അനീഷ് ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പ് ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞ് അനീഷിനെ മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് കുറേ ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട്. ഇവരൊക്കെ എന്ത് മാങ്ങാത്തൊലിക്കാണ് ഇങ്ങനെ ചെയ്യണമെന്ന് എനിക്കൊരു പിടുത്തവും കിട്ടണില്ല. മെയിനായിട്ട് എനിക്ക് ഫോക്കസ് ചെയ്ത് പറയാനുള്ളത് ഈ ഷാനവാസിനെ കുറിച്ചാണ്. ഷാനവാസ് ഈ പറയുന്ന ആദില ഷാനവാസ് എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിൻ്റെ ചരിത്രം എടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇതേമാതിരി പരദൂഷണം പറയുന്ന ഒരാളും അതേപോലെ തന്നെ ആദില പരദൂഷണക്കാരിയാണ്. രണ്ടുപേരും ഒരേ ത്രാസിലിട്ട് കഴിഞ്ഞാൽ ഒരേപോലെ ഒപ്പത്തിനൊപ്പം നിൽക്കും. അനീഷ് എന്ന് പറയുന്ന മത്സരാർത്ഥി നിങ്ങൾ എവിടെ വേണമെങ്കിലും ആളുടെ എപ്പിസോഡുകൾ ഇപ്പോൾ 70 ആയില്ലേ ബിഗ് ബോസിൻ്റെ, ഈ എപ്പിസോഡുകൾ മുഴുവൻ പരിശോധിച്ച് നോക്കിയാലും പുള്ളിക്കാരൻ ആരെയും പോയിട്ട് പരദൂഷണം പറയണില്ല. ആദില അനീഷിൻ്റെ നടുമ്പുറം നോക്കി അടിച്ചു, എത്രമാത്രം വേദന എടുത്തിട്ടുണ്ടാവും ആ പുള്ളിക്കാരൻ. ആ ഒരു കാര്യവും പറഞ്ഞിട്ട് ഏത് നേരം ആദിലേനെ കൊട്ടാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ? ഈ പുള്ളിക്കാരി അങ്ങനെയാണോ? അനീഷിനെ ഏത് നേരം ടാർഗറ്റ് ചെയ്ത് അനീഷിനെ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരുന്നിട്ട് കണ്ടന്റ് ഉണ്ടാക്കലാണ് ആദിലയുടെ പണി. ഷാനവാസ് അനീഷിൻ്റെ അടുത്ത് ആദിലേനെയും നൂറേനെയും കുറിച്ചുള്ള കാര്യങ്ങൾ മുഴുവനും വന്നിട്ട് അനീഷിനോട് പറയുന്ന സമയത്ത് അനീഷ് അതെല്ലാം കേട്ടിരുന്നു. എന്തുകൊണ്ടാണ്? ഷാനവാസിന് പറയാനുള്ളത് ഷാനവാസ് പറഞ്ഞോട്ടെ, അനീഷ് അത് കേട്ടിരുന്നു, അതിലൊരു തെറ്റുമില്ല. അത് കഴിഞ്ഞിട്ട് അനീഷ് റൂമിൽ പോയി കിടന്നുറങ്ങുന്ന സമയത്ത് കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു. ഷാനവാസായിട്ട് ഇനി മുന്നോട്ട് ഈ ഫ്രണ്ട്ഷിപ്പും വെച്ച് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല. അത് വളരെ നല്ല കാര്യമാണ്. കാരണം ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്രമാത്രം ഒരു ജെന്യുവൻ ആയിരിക്കണം. ഷാനവാസ് ജെന്യുവൻ അല്ല. ഷാനവാസ് അനീഷിൽ നിന്നും അനീഷിനെ സ്നേഹിക്കുന്ന കുറേയധികം പ്രേക്ഷകരുണ്ട്. അതിപ്പോൾ ഈ പറയണ മാതിരി ഒരു ദിവസം കൊണ്ട് അനീഷിൻ്റെ പാടം മുഴുവൻ വിറ്റിട്ട് ആ ഒരു പൈസയ്ക്ക് മേടിച്ച പ്രേക്ഷകരല്ല. ഈ പുള്ളിക്കാരൻ വന്ന ദിവസം തൊട്ട് എത്ര പേര് പുള്ളീനെ കടന്നാക്രമിച്ചു, അതൊക്കെ അതിജീവിച്ച് ഇത്രയും ജനങ്ങളുടെ മനസ്സിലേക്ക് കയറി അവർ ഇഷ്ടപ്പെട്ടിട്ട് വോട്ട് ചെയ്തിട്ടുള്ള കിട്ടിയ വോട്ടാണ്. ആ ഒരു വോട്ട് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഒരു ഉളുപ്പില്ലാണ്ട് ഷാനവാസ് ഇപ്പോൾ കുറേ ദിവസമായിട്ട് അനീഷിൻ്റെ അടുത്ത് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ തന്നെ തട്ടി കളിച്ചത്. ലാലേട്ടൻ അത് മനസ്സിലാക്കിയിട്ട് ലാലേട്ടൻ എന്ത് തേങ്ങെങ്കിലും ആവട്ടെ, ഇവരിലൊരു ഫ്രണ്ട്ഷിപ്പ് കോമ്പോ ഉണ്ടെങ്കിൽ ഫ്രണ്ട്ഷിപ്പ് കോമ്പെങ്കിലും പുറത്തേക്ക് വരട്ടെ, അതും ബിഗ് ബോസിന് ഒരു കണ്ടന്റ് ആണല്ലോ. പക്ഷേ ഈ ഷാനവാസ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ശരിക്കും ജെന്യുവനായിട്ട് ഫ്രണ്ട്ഷിപ്പ് പോകുമ്പോൾ കളിച്ചിട്ടില്ല. അത് ലാലേട്ടനായാലും ബിഗ് ബോസിനായാലും പ്രേക്ഷകർക്കായാലും നല്ലപോലെ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലാലേട്ടൻ വന്നത് ഈ കഴിഞ്ഞ എപ്പിസോഡിൽ ഷാനവാസിൻ്റെ ആ മുഖംമൂടി വലിച്ചു കീറി അങ്ങോട്ട് കൊടുത്തുള്ളത്. അനിമോളെയാണ് രക്ഷിക്കാൻ പോകണമെന്ന്. അനീഷിനപ്പോൾ വേണ്ട. ആ പുള്ളിക്കാരൻ അപ്പോഴും ആരോടൊരു പിണക്കുണ്ടായില്ല, ഷാനവാസിനോട് പൊട്ടിത്തെറിക്കാനും ഒന്നും പോയില്ല. അതാണ് അനീഷിൻ്റെ ആ ഒരു മനസ്സ്. ഇത്രയും നല്ല മനസ്സ് ഈ അനീഷിനുണ്ട്, ഈ ഷാനവാസിന് ആ മനസ്സില്ല. നിങ്ങൾ പറയും നീ എന്താ അനീഷിൻ്റെ പി ആറാണോ? അനീഷിൻ്റെ പി ആറാണോ? ഞാൻ ആരെയും പി ആറില്ല. എനിക്ക് ഒരാളോട് ഇഷ്ടം തോന്നി കഴിഞ്ഞാൽ ഞാനത് സപ്പോർട്ടായിട്ട് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. അത് എൻ്റെ മുമ്പുള്ള ചാനലുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അറിയാം. ഞാൻ ജിൻഡോ ബ്രോയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അഖിൽമാരാർക്ക് നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. എൻ്റെ സപ്പോർട്ട് പറഞ്ഞാൽ ജെന്യുവൻ ആയിട്ടുള്ള സപ്പോർട്ടാണ്. അവർ ഫേക്കാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ അവർക്ക് സപ്പോർട്ട് കൊടുക്കത്തില്ല. ഞാൻ അപ്പം തന്നെ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ പോകും. അതാണ് എൻ്റെ പോളിസി. ഈ സീസൺ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വന്ന മത്സരാർത്ഥികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അനീഷ് നല്ലൊരു മനുഷ്യനാണ്. അയാളെ കൊണ്ട് പറ്റണ കണ്ടൻ്റൊക്കെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഷാനവാസിനെ അനീഷിനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഷാനവാസ് താഴെ നിൽക്കണത്. ഷാനവാസ് ഒറ്റയ്ക്ക് ഗെയിം കളിക്കുന്നുണ്ടോ? ബിഗ് ബോസ് കൊടുത്ത ഒരു സീക്രട്ട് ടാസ്ക് കൂടി നല്ല രീതിയിൽ കൊണ്ടുപോകാണ്ട് അത് കൊളാക്കിയിട്ട് എനിക്ക് അതിനെക്കുറിച്ച് അറിയത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാനും മാത്രം മണ്ടന്മാരും വണ്ടികളൊന്നും അല്ലല്ലോ സുഹൃത്തുക്കളെ നമ്മൾ. അപ്പോൾ ആ ഗെയിമും കൊളാക്കി നശിപ്പിച്ചു. ഷാനവാസിൻ്റെ പ്രത്യേകം എന്താ വെച്ചാൽ ഇപ്പം പറയാനുള്ള കാര്യം മുഖത്ത് നോക്കി പറയത്തില്ല, അത് ഉള്ളിലെടുത്ത് വെക്കും. ഇപ്പം നെവിൻ്റെ കേസിനെ കണ്ടില്ലേ, ഉള്ളതൊക്കെ ഉള്ളിലെടുത്ത് വെച്ചിട്ട് അയാളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ അയാൾ അപ്പം അതെടുത്ത് പൊട്ടിച്ച് ആ ഒരു കാര്യവും പറഞ്ഞിട്ട് ടാർഗറ്റ് ചെയ്യും. അതാണ് ഈ പുള്ളിക്കാരൻ്റെത്. ഈ അനീഷിനോട് വന്നിട്ട് ഇയാൾ എന്തിനാണ് ആദിലയുടെയും നൂറയുടെയും കാര്യങ്ങളൊക്കെ വന്നിട്ട് പറയണത്? വിശ്വാസവഞ്ചനയല്ലേ കാണിച്ചത്? അപ്പോൾ ആദിലേനെയും നൂറേനെയും ഇയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പറ്റിക്കുകയാണ് ചെയ്തത്. ആദില അതിനായിട്ടും ബെസ്റ്റ് ടീമാണ്. ലാലേട്ടൻ വന്ന് നല്ല രീതിയിലൊരു കൊട്ടുകൊട്ടി. ഈ പാട്ട ടീമുണ്ട്, അതായത് പാട്ട ഗേൾസും 3 പേരും 3 പാട്ട ഗേൾസും ഒരു അമ്മാവനും, അതാണ് ഷാനവാസ് അമ്മാവൻ. ഇവരൊരു 4 പേര് ഒരു കോംബോ ആയിട്ട് കളിക്കുന്നായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറയുന്നത് മൈക്കിൻ്റെ ഇഷ്യൂ വെച്ചിട്ടാണ് പറയണത്, നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് കളിക്കുക, ഇങ്ങനെ 3 പേരായിട്ട് ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അത് സമ്മതിക്കാൻ പാടില്ല. ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് കളിക്കാനുള്ള ഷോയാണ്. ഇവിടെ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുകയല്ല, കൂട്ടം കൂടിയിട്ട് ടാർഗറ്റ് ചെയ്യുക, അനീഷിനെയും ലക്ഷ്മിനെയും ജയിലിലേക്ക് ആക്കുക. ഇതൊക്കെയാണ് ഇവരുടെ പൊറോട്ട പരിപാടി. അതിൽ അപ്പം തന്നെ വന്നിട്ട് പറയണ്ടായിരുന്നു നമുക്ക് ഇങ്ങനെ കളിക്കണ്ട കേട്ടോ, നൂറെടുത്ത് നമ്മൾ വന്നിരിക്കുന്നത് ഗെയിം കളിക്കാനാണ്. നമ്മൾ ആ ഗെയിം സ്പിരിറ്റ് സ്പോർട്സ്മാൻ സ്പിരിറ്റായിട്ട് എടുക്കണം. ഇനി നമുക്ക് ഇമോഷണലിൽ പോയിട്ട് വീഴരുത്. ഇത്രയും ദിവസം ഇമോഷണൽ വീഴുന്ന കാര്യമൊന്നും തോന്നിയില്ലേ? ഇത്ര ദിവസം തോന്നിയില്ലേ? ഇപ്പോൾ ലാലേട്ടൻ വന്ന് പറഞ്ഞപ്പോഴാണോ ഈ ഷാനവാസിനെതിരെ തിരിഞ്ഞത്? ആണോ? അപ്പോൾ ഷാനവാസിനെ അത് മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം അതിലേന് കുറേ അധികം മിണ്ടാനും സംസാരിക്കാനൊന്നും വരില്ല എന്ന് പറഞ്ഞപ്പോൾ ഷാനവാസിന് ഇത് പൊട്ടി. ഷാനവാസ് അങ്ങോട്ട് തുടങ്ങി നിങ്ങളുടെയൊക്കെ മുഖം പൊട്ടി. ഞാൻ മെയിനായിട്ടുള്ള സംസാരമാണല്ലോ ഷാനവാസിൻ്റെ, പൊടി വാടി കീടി എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ആദിലേനെ ഒരു പൊടി എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒന്നും പറയാൻ പോണില്ല. കാരണം ആദിലയുടെ നാവിന്ന് വരുന്ന വർത്താനം കേട്ട അരയ്ക്കണ തരത്തിലുള്ള ഓരോ വർത്തമാനങ്ങളൊക്കെയാണ് ആദില പറയണതും പ്രവർത്തിക്കണതും. ഒരാളെ അടിക്കുക, ഫിസിക്കൽ അസാൾട്ട് ചെയ്യുക, അതിനൊക്കെ അതിലേക്ക് നല്ല ഉന്മേഷം. മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന കാര്യത്തിൽ പുള്ളിക്കാരിക്ക് ഭയങ്കര ആ ഫാക്ടറി ടാസ്കിൽ നൂറയായിട്ട് അക്ബറും ഈ പറയുന്ന ഇവരൊക്കെ ഷാനവാസൊക്കെ പ്രശ്നമായി എന്ന് പറഞ്ഞപ്പോൾ അതിലേക്ക് അങ്ങോട്ട് സഹിച്ചില്ല. ഇവിടെ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാനാണ് വന്നത്, അല്ലാണ്ട് അതിലെ നൂറയും കൂടിയിട്ട് ബോണ്ട് കളിക്കാനല്ല വന്നത്.
രണ്ടും രണ്ടായിട്ട് കളിക്കണം. അതിന് നൂറയും വന്നപ്പോൾ തൊട്ട് അടയും ചക്കരയായിട്ട് രണ്ടുപേരും പ്ലാൻ ചെയ്യുക. എന്നിട്ട് ഏതെങ്കിലും ഒരു ബോണ്ടാക്കിയിട്ട് ഷാനവാസിനെ കൈവശമാക്കുക. അനീഷിനെ വെറുതെ അനീഷിനെ ചൊറിഞ്ഞ് കഴിഞ്ഞിട്ട് എൻ്റെ അനീഷേട്ടനെ ആരും കുറ്റം പറയണ്ട കേട്ടോ അനുമോളെ, എൻ്റെ അനീഷ ലാസ്റ്റ് എന്തുണ്ടായി, ഈ പറയണ അനുമോളെ വരെ ചതിച്ചില്ലേ. അനുമോൾക്ക് മനസ്സിലായി. ഇന്നലെ അനുമോള് സത്യം പറഞ്ഞത് തോൽക്കില്ലായിരുന്നു. അനുമോൾക്ക് ഹൈറ്റ് ഇത്തിരി കുറവാണെങ്കിലും പുള്ളിക്കാരി ആ കൈ ഇങ്ങനെ പിടിച്ച് കുറേ നേരം നിന്നിട്ടുണ്ട്. അതിന് അനുമോളെ സമ്മതിക്കണം. ആര്യനായാലും സാബുമോനായാലും നിന്നിട്ടുണ്ടെങ്കിലും സാബുമോൻ എന്തായാലും വിന്നറാവാൻ കഴിവുള്ള ഒരാളാണ് കേട്ടോ. അവൻ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇന്നത്തെ ആ ഒരു ടാസ്ക്, ആ കയർ ടാസ്ക് നല്ല രീതിയിൽ കൊണ്ടുപോയി ഒരു എൻ്റർടൈൻമെൻ്റ് ആക്കി മാറ്റിയത് നെവിൻ തന്നെയാണ്. അതിന് കുറേ ആൾക്കാർ വന്ന് കുറ്റം പറഞ്ഞു. നെവിൻ കാരണം അത് കുളമായി, നെവിൻ അത് നശിപ്പിച്ച് കയ്യിൽ കൊടുത്ത്. നെവിൻ നശിപ്പിക്കുകയല്ല ചെയ്തത്, അതൊരു ടാസ്ക്കാണ്. ആ ടാസ്കിൻ്റെ ഇടയ്ക്ക് ഒരു എൻ്റർടൈൻമെൻറ്റ് വരും. ആ എൻ്റർടൈൻമെൻറ്റിനെ അതിജീവിച്ചിട്ട് അവിടെ വിജയിക്കുന്ന ആളാണ് അവിടെ ക്യാപ്റ്റനായിട്ട് മാറുക. അത് അറിയാത്ത കുറേ ആൾക്കാരുണ്ട്. നെവിനെ മാത്രം ടാർഗറ്റ് ചെയ്ത് കമൻ്റ് ഇട്ട് മോശം പറയുന്ന ആൾക്കാർ. ഒരു ടാസ്ക് കൊടുത്തു കഴിഞ്ഞാൽ ആ ടാസ്ക് പൊട്ടിക്കെല്ലാം ഉണ്ട്. ആ ടാസ്കിന് ഒരു ഹാസ്യമായിട്ടൊരു കോമഡി ആക്കി വെക്കുമ്പോഴാണ് ഈ ലൈവ് കാണുന്ന ആൾക്കാർക്ക് ഒരു സന്തോഷം ഉണ്ടാവുക. അങ്ങനെ തന്നെയാണല്ലോ ബിഗ് ബോസ് ഏൽപ്പിച്ച സീക്രട്ട് ടാസ്ക് കൊണ്ടുപോയില്ലായിരുന്നു. അത് ഷാനവാസ് കൊളാക്കിയില്ലേ. അപ്പം തന്നെ അതിലൂടെ നൂറെടുത്തും പോയിട്ട് അത് പറഞ്ഞ് അത് നശിപ്പിച്ചില്ലേ അല്ലേ. അനീഷിനോട് വന്നിട്ട് അത് പറഞ്ഞില്ലേ, നെവിനോട് വന്നിട്ട് അത് പറഞ്ഞില്ലേ. അതാണ് പറഞ്ഞത്, ഈ പുള്ളിക്കാരനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളത്. അത് ബിഗ് ബോസിനെ വരെ ഇയാൾ ചതിച്ചു. അപ്പം പിന്നെ അവിടെയുള്ള മത്സരാർത്ഥികളെ ഈ പുള്ളിക്കാരൻ ചതിക്കാതിരിക്കും. ചതിക്കും. അനീഷ് ഇത്രയും ദിവസമായില്ലേ അവിടെ എത്ര മത്സരാർത്ഥികളുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകളോട് പറയുന്ന സംസാര ശൈലി. ആൾ വല്ല മോശമായിട്ട് സംസാരിക്കുക, എടീന്നോ പൊടിയെന്നോ വല്ലതും പറയണ്ട. ഷാനവാസിനെ എന്താ കഴുതാൻ എന്താ കണ്ട് പറഞ്ഞത്, അതിന് 10,000 വർത്താനം ഷാനവാസ് തിരിച്ച് പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആ പുള്ളിക്കാരൻ ഒറ്റയ്ക്ക് വന്ന് കളിച്ച് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയിട്ട് ഇപ്പോഴും നിലനിന്ന് പോണ ഒരു വ്യക്തിയാണ്. അപ്പോൾ ആ പുള്ളിക്കാരനെ എങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം. അതായത് ബിഗ് ബോസിൽ നിന്ന് എവിക്റ്റഡ് ആക്കി കളയാൻ വേണ്ടിയിട്ടാണ് ആദിലയുടെ നൂറയിടത്തും കൂടിയിട്ട് ഈ ഷാനവാസ് പൊറോട്ട കളി കളിച്ചിട്ടുണ്ടായിരുന്നത്. അനീഷിനത് മനസ്സിലാവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അനീഷ, എനിക്കൊന്നാ പറയാനുള്ളൂ. അനീഷ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നില്ലല്ലോ, എന്നാലും ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും ഈ ഫ്രണ്ട്ഷിപ്പ് കോമ്പയിലേക്കൊന്നും പോവരുത്. നമ്മൾ അവിടെ വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് കളിക്കാൻ വേണ്ടിയിട്ടാണ്. അവിടെ ഒരു സൗഹൃദങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. സൗഹൃദത്തിൻ്റെ പാട്ടിന് വിടുക, ഗെയിമിൻ്റെ സ്പീഡിലെടുക്കുക. അതൊന്നും തലയിലേക്ക് കൊണ്ടുവയ്ക്കാൻ നിൽക്കരുത്. ഈ ഷാനവാസൊക്കെ ഇപ്പോഴുള്ള കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് അനീഷ് എന്തെങ്കിലും പറഞ്ഞ് അത് എടുത്തിട്ട് ഉപയോഗിക്കും. പ്രത്യേകിച്ച് അനീഷ് ഡിവോഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ആളാണ്. അപ്പോൾ പല കാര്യങ്ങളൊക്കെ എടുത്തിട്ടിട്ട് അയാൾ മാനസികമായിട്ട് അനീഷിനെ തകർക്കാൻ വേണ്ടിയിട്ട് നോക്കും. അപ്പോൾ സ്നേഹം നിറഞ്ഞ കൂട്ടുകാർക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്യുക. അധികം ആളുകൾ ലൈക്ക് ചെയ്യണില്ല, സബ്സ്ക്രൈബും ചെയ്യണില്ല. ഞാൻ എൻ്റേതായ ഒപ്പീനിയനുകൾ പറയണതാണ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ബെൽ ബട്ടൺ ഓളും കൂടി ഒന്ന് അമർത്തിയിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. നിങ്ങൾക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7 കപ്പടിക്കണം, ആര് കപ്പടിക്കണം എന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. ഓക്കെ, ഇത് ഫിൽറ്ററുള്ള വീഡിയോ ഒന്നുമല്ല കേട്ടോ. അത് ഞാൻ ഒരു പുതിയ ഫോൺ വാങ്ങിയതാണ് അടവിന്. അപ്പോൾ ആ ഫോണിൽ ഞാൻ 4K വീഡിയോ ആണ് ചെയ്യണത്. കറക്റ്റ് എൻ്റെ നല്ല വെയിലുകൊണ്ട് മുഖമൊക്കെ കരുവാളിച്ച് തവിടുപൊടിയായിട്ടായിരിക്കണത്. ആ കരുവാളിപ്പ് അടക്കമുള്ള വീഡിയോ ആണത്. എന്തായാലും എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എൻ്റെ റിവ്യൂ ഒക്കെ ഇഷ്ടമാവാറുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് അതൊന്ന് സ്പെഷ്യലായിട്ടൊന്ന് കമൻറ്റ് ചെയ്യാം. ഓക്കെ, വീഡിയോ ക്ലിയർ ഉണ്ടോ? ഞാനീ പറയണത് നിങ്ങളൊന്നും കേൾക്കില്ലെന്ന് പറയാം. ക്ലിയർ ഉണ്ടോ? ക്ലിയർ ഉണ്ടെങ്കിൽ ക്ലിയർ ഉണ്ടെന്ന് പറയണേ.